ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം സിമ്പിളായിട്ട് നമുക്കൊരു പോർക്ക് റെസിപ്പി കണ്ടാലോ. അതായത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് വലിയ അതിലക്കുത്ത് പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പോർക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ മീഡിയം ചെറിയ തക്കാളി നമ്മൾ ചേർക്കുന്നുണ്ട്. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ മീൻ വഴറ്റിയൊക്കെ ഉണ്ടാക്കുന്നു. അതൊക്കെ നമ്മൾ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്ക് കുട്ടറിലേക്ക് എല്ലാം കൂടെ ഒരൊറ്റ ഷവറേന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെക്കണം. നമ്മുടെ ബീഫും പോയിട്ട് പോർക്കൂട്ടറിലേക്ക് നമ്മളിതെല്ലാം കൂടെ കുക്ക് ചെയ്യണം. ഇന്നത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇത് നമ്മുടെ സ്വന്തം മഞ്ഞപ്പൊടി. അധികമൊന്നും എനിക്കിത് മറ്റുള്ളവർ പറയണമായിട്ടൊന്നും സ്പൂൺ കണക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എനിക്കൊക്കെ ഒരു കൈക്കണക്കാണ്, എൻ്റെ ഒരു കളറാണ് എൻ്റെ ഒരു ഇത്. ഇത് നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് എന്താ വേണ്ടത്, മുളക് പൊടി കേട്ടോ. ഒരു 2 സ്പൂൺ മുളക് പൊടി. അതിൻ്റെ കൂടെ നമുക്ക് ഗരം മസാല, മീറ്റ് മസാല, അത് നമ്മൾ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ മീറ്റ് മസാല, അതിൻ്റെ കൂടെ പൊടിക്ക് ഗരം മസാല, ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം. അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കാം
ഇങ്ങനെ കുറച്ചൊഴിച്ചിട്ട് അതിൽ നമ്മൾ ശകലം കടുക് പൊട്ടിച്ച് ഇച്ചിരി കറിവേപ്പില ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേവിച്ച് വച്ചേക്കുന്ന പോർക്ക് കൂട്ടർ അതിനകത്തേക്കിട്ട് ശരിക്കും വന്ന് അതിൻ്റെ ചാറ് വറ്റിച്ചെടുക്കുക. അപ്പോൾ അത് നമ്മുടെ കടുക് പൊട്ടി അതിനകത്ത് നമ്മൾ ഇച്ചിരി കറിവേപ്പില ഇട്ടു. അതിന് ശേഷം അതങ്ങോട്ട് ഒന്ന് ഇതായി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പന്നിക്കുട്ടനെ അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. കണ്ട എന്തൊരു കളയാൻ നോക്കി, എന്താ രസമല്ലേ, നല്ല കളറല്ലേ, നാച്ചുറൽ കളറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോർക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ തിളക്കണ ഇതിനകത്തേക്ക് നമ്മൾ ഒരു പിടിക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. കുരുമുളക് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ചാറൊക്കെ നല്ല തിക്കായി വന്നു തുടങ്ങി. പക്ഷേ ഉരുളിയിൽ വെക്കാൻ പറയണതെന്നു വെച്ച് കഴിഞ്ഞാൽ അത് ചുവട് കട്ടിയുള്ള പാത്രമായിട്ട് നല്ല രീതിക്ക് ചൂട് എല്ലാ സൈഡിലും 4 സൈഡിലും ചൂട് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് ഉരുളിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാറൊക്കെ വറ്റിച്ചെടുക്കാൻ ഏറ്റവും നല്ലത് ഉരുളിയിൽ നമ്മൾ കറി വയ്ക്കുന്നത്. കണ്ടോ, ഇതൊക്കെ ഉണ്ടാകും അടിപൊളിയായിട്ട് കിടക്കും. അലുവ ഇഷ്ടം പോലെ കിടക്കണ കണ്ട. നമ്മുടെ പന്നി അടിപൊളിയായിട്ട് നമ്മുടെ പോർക്ക് നല്ല സൂപ്പറായിട്ട് വെന്ത് കഴിഞ്ഞിട്ടോ. വെന്ത് ചാറൊക്കെ വറ്റി തുടങ്ങി, നെയ്യൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നല്ല പൊറോട്ടയും അല്ലെങ്കിൽ നല്ല കുത്തരിച്ചോറോ അങ്ങനെ എന്തെങ്കിലും നല്ല ഇതിൻ്റെ കൂടെ കപ്പയുടെ കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം.